എന്റെ പൊന്നി ചേച്ചി ഇങ്ങനെ കിടന്ന് വിഷമിച്ച് മനസ്സ് വിഷമിച്ച് വല്ല അസുഖവും വരുത്തി വെക്കാതെ. എനിക്ക് ചേച്ചിയുടെ ഈ വിഷമം കാണുമ്പോ എന്റെ മനസ്സങ്ങോട്ട് തകരുവാ. നീ അല്ലടി പറഞ്ഞ ചേച്ചി ധൈര്യമായിട്ട് നിന്നോ, ചേച്ചി എന്തായാലും ജയിക്കും, ജയിച്ചില്ലെങ്കിൽ നീ ജയിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് 8 നിലയിലല്ലേ പൊട്ടിയത്. എന്റെ 3.5 പവന്റെ മാല കൊണ്ട പണയം വെച്ചിട്ട് ഇലക്ഷൻ പ്രചരണം നടത്തിയത്. അയ്യോ, എന്റെ മോൻ അറിഞ്ഞ എന്നെ കൊന്നുകളയും. എന്റെ പൊന്നി ചേച്ചി അതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. നമ്മൾ 21-ാം വാർഡിലെ ദീപ, അവള് ലോൺ എടുത്തിട്ടല്ലേ ഇലക്ഷൻ പ്രചരണം നടത്തിയത്. അപ്പൊ തന്നെ ജയിക്കുമെന്നും പറഞ്ഞ അവരാണെങ്കിൽ ലോണൊക്കെ പെട്ടെന്ന് അങ്ങ് പാസ്സാക്കി കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുത്തു കാശ്. എന്നിട്ട് എന്തായി? തോറ്റില്ലേ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതാ. തോറ്റവരുടെ ചരിത്രം നീ പറയണ്ട എന്റെ സൂസു. ചേച്ചി എന്നെ ഇങ്ങനെ സൂസു സൂസു എന്ന് വിളിക്കരുത്. സുധാ സുരേന്ദ്രൻ എന്നല്ലേ എന്റെ പേര്, അങ്ങനെ വിളിച്ചൂടെ? ഇതെന്റെ ആങ്ങളുടെ കൊച്ചു രാത്രി മൂത്രം ഒഴിക്കാൻ വിട്ടുമ്പോ അവന്റെ അമ്മേനെ വിളിക്കുന്ന പോലെ ഉണ്ട്. അതാണോടി ഇപ്പൊ വലിയ കാര്യം? എങ്ങനെയെങ്കിലും ജയിക്കുമായിരുന്നെങ്കിൽ മോനോട് പോയിട്ട് ധൈര്യമായിട്ട് പറയായിരുന്നു, എന്റെ 3.5 പവന്റെ മാല കൊണ്ട് പണയം വെച്ച് പ്രചരണം നടത്തിയിട്ടാ ഞാൻ ജയിച്ചെന്ന്. ഇതിപ്പോ ഞാൻ അവനോട് എങ്ങനെ പോയിട്ട് പറയും? എന്നാലും എനിക്ക് എങ്ങനെ ഞാൻ തോറ്റു എന്നാ മനസ്സിലാകാത്തത്. നമ്മളെ ആ രോഗികളായ ആൾക്കാരാന്നും പറഞ്ഞ കുറെ പേരുടെ ലിസ്റ്റ് അവന്മാര് തന്നില്ലേ? അവിടെയൊക്കെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് 500 രൂപ വെച്ച് കൊടുത്തു വിട്ടില്ലേ? അത് മാത്രമല്ല, കുറെ പേരുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, കഞ്ഞി വെക്കാൻ പോലും വകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് 500 രൂപ വെച്ച് കൊടുക്കണം. 50 വീട്ടിൽ ഏതാണ്ട് 500 രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് പിന്നെയും കാശ് വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ? ഇത്രയും കാശൊക്കെ വാരി എറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാടി തോറ്റത് എന്റെ സൂസു? അല്ല, സുധാ സുരേന്ദ്ര. ആ തെണ്ടികളൊക്കെ നമ്മളെ പറ്റിച്ചെന്നാ ചേച്ചി എനിക്ക് തോന്നുന്നത്. സാരമില്ല. ചേച്ചി ഈ സാരിയൊക്കെ അഴിച്ച് കഴുകിയെടുത്ത് പെട്ടിയിൽ വെക്ക്. ഇനി അടുത്ത പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോ മത്സരിക്കാലോ. അപ്പൊ പിന്നെ വേറെ സാരി മേടിക്കണ്ട. ഓ, അടുത്ത ഇലക്ഷനോ? അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അതുവരെയൊക്കെ ആരൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. എന്റെ പൊന്നു സുധേച്ചി, അമ്മയ്ക്കാണെങ്കിൽ 100 കൂട്ടം അസുഖമുള്ള ആളാ. ഓ, എന്നെ എങ്ങനെയെങ്കിലും വടക്കോട്ടെടുക്കാൻ വേണ്ടിട്ട് അവള് നോക്കിയിരിക്കുവോ. കണ്ടോ എന്റെ മരുമോളുടെ സ്വഭാവം കണ്ടോ? വടക്കോട്ടല്ലേ ചേച്ചി, തെക്കോട്ട്, തെക്കോട്ടെന്നാ പറയാ. പഠിപ്പിച്ച് പഠിപ്പിച്ച് ഏതായാലും അമ്മേനെ ഇലക്ഷന് നിർത്തി തോപ്പിച്ചില്ലേ. ഇനി കുടുംബത്ത് നോക്കുക ചേച്ചി. വീട്ടിലെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലല്ലേ. അയ്യടി, വർത്താനം കേട്ടാൽ അവളെന്തോ ജയിച്ച മാതിരി ഉണ്ട്. നീയും തോറ്റില്ലേ? വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ 8 നിലയിൽ നീയും തോറ്റില്ലേ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സമാധാനം. അമ്മ എന്നെ പാർട്ടിക്കാര് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതല്ലേ. ഉടനെ അമ്മയ്ക്ക് അത് സഹിച്ചില്ല. അമ്മ ഉടനെ എതിർ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കയറി നിന്ന് അങ്ങ് മത്സരിച്ചു. അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി വെറുതെ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് കൂടണ്ട. ഏതായാലും രണ്ടുപേരും തോറ്റല്ലോ. ഒരാൾ ജയിച്ചിരുന്നെങ്കിൽ പിന്നെ അതൊരു വലിയ സങ്കടമായേനെ. ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ ഞാൻ നോക്കിയിട്ട്. അപ്പൊ ഞാൻ അങ്ങ് പോയേക്കുവാ. ചേച്ചി ഒരു കാര്യം ചെയ്യേ, പഴയ പോലെ നൈറ്റി ഒക്കെ എടുത്തിടേ. ശരി എന്നാ. നല്ല സാരിയായിരുന്നു. അല്ല, ഇന്നിവിടെ കഴിക്കാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? നിന്റെ ഭാര്യയോട് ചോദിക്കണേ കേൾക്കാം. കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ ചായ ചോറ് അമ്മ എന്നും പറഞ്ഞിട്ട് അമ്മേനെ വിളിക്കരുതെന്ന് അറിയത്തില്ലേ നിനക്ക്? എടി, എന്തെങ്കിലും കഴിക്കാനാക്കിയോ നീ? ഇതേ ചേട്ടാ, എന്നെ വെറുതെ വിളിക്കണ്ട. ഞാനൊന്ന് ഇവിടെ ഇരുന്നിട്ട് സമാധാനമായിട്ടൊന്ന് വിഷമിച്ചോട്ടെ. ഒന്ന് സങ്കടപ്പെട്ടിരിക്കാനും പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. ഓ, ഈ തോറ്റ സ്ഥാനാർത്ഥികളുടെ സങ്കടം എപ്പ തീരും? ഓ, എനിക്കങ്ങനെ വലിയ വിഷമമൊന്നും ഇല്ല. ഇല്ല, ചെറിയൊരു സങ്കടമേ ഉള്ളൂ, ചെറുതായിട്ട്. എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെ ചേട്ടാ ഈ അമ്മ മത്സരിക്കാൻ വേണ്ടി നിന്നത്. ആ, ഞാൻ പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, അതാ നല്ലത്. ഇന്നൊരു ദിവസത്തേക്ക് നീ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കടാ. ഇച്ചിരി വല്ലതും അമ്മയ്ക്കും കൂടെ മേടിച്ചു. നിനക്കറിയാലോ, അമ്മ കൈ നിറച്ച് ഗുളികയായ ഗുളിക മുഴുവനും കഴിക്കുന്നതാ. വല്ലതും കഴിച്ചിട്ട് ഗുളിക കഴിച്ചില്ലേ അമ്മയ്ക്ക് വിറയല് വരും. പിന്നെ നാട്ടിൽ അതും ഒരു വാർത്തയാവും. തോൽവി താങ്ങാൻ പറ്റാതെ ഞാൻ ആശുപത്രിയിലായെന്നൊക്കെ പറഞ്ഞു വരുത്തും ആൾക്കാര്. അതുകൊണ്ടാ പറയുന്നത്. അതെന്താ, ഗുളിക കഴിക്കാത്തവർക്ക് വിശക്കിയല്ലേ? എനിക്കുള്ള ഭക്ഷണം കൂടി മേടിച്ചോ ചേട്ടാ, നല്ല വിശപ്പുണ്ട്. എന്നാൽ എല്ലാവർക്കും കൂടെ ഒരു കുഴിമന്തി മേടിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ടൗണിലുള്ള കടയിലെ പോയി വാങ്ങിയാൽ മതി. ആ റെസ്റ്റോറന്റിൽ പോയി വാങ്ങിക്കൂ. അതാകുമ്പോ 4-5 വാറിന്റെ അപ്പുറത്താ. അവിടെയുള്ള കുറച്ച് പേരെങ്കിലും ഞാൻ ജയിച്ചിട്ടാ നിങ്ങൾ കുഴിമന്തി മേടിക്കുന്നേന്ന് വെറുതെ എങ്കിലും ഒന്ന് വിചാരിച്ചോട്ടെ. ചെല്ലടാ. ഓമനേച്ചി, തോറ്റല്ലേ മോളെ? സാരമില്ല, ജയവും തോൽവിയൊക്കെ സാധാരണയല്ലേ. ഒരാവേശത്തിന് കേറി അങ്ങ് നിന്നതാ.
ഈസി ആയിട്ട് ജയിക്കൂന്നാ വിചാരിച്ചത്. അത് പിന്നെ എന്റെ കുഞ്ഞി ചേച്ചി ഈ അമ്മയെ മത്സരിക്കാൻ നിന്നില്ലേ, അപ്പൊ വോട്ടങ്ങ് സ്പ്ലിറ്റ് ആയി പോയി. അതാ ഞാൻ തോറ്റുപോയത്. 1500 വോട്ടാണ് മൊത്തം ഉള്ളത്. അതിൽ 1300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വനജ ടീച്ചർ ജയിച്ചത്. പോയിട്ട് എത്ര വോട്ടുണ്ട് മോളെ? കണക്കില് ഞാൻ ഇച്ചിരി പുറകോട്ടെ ചേച്ചി. +2 പഠിക്കുമ്പോഴേ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അതുകൊണ്ട് കണക്ക് അത്ര എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ 3-ാം ക്ലാസ് വരെ പോയുള്ളൂ, അത് ഓണപരീക്ഷ വരെ. കരപ്പം വന്നിട്ടേ പിന്നെ പോകാൻ പറ്റിയില്ല. എന്നാലും ഈ കണക്കൊക്കെ എനിക്കറിയാം. പോയിട്ട് 200 വോട്ട്, അതിൽ 130 വോട്ടല്ലേ മോക്ക് കിട്ടിയത്. 70 വോട്ട് നിങ്ങൾക്കും കിട്ടിയല്ലേ? ഞാൻ അറിഞ്ഞായിരുന്നു. അയ്യോ അയ്യോ, ശവത്തെ കുത്തല്ലേ ഓമനേച്ചി. അയ്യോ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതല്ലേ. ഞാനങ്ങനെ കളിയാക്കിയതൊന്നുമല്ല. അല്ലെങ്കിൽ കേക്ക്, മത്സരിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരേ വീട്ടില്, അതും മരുമോള് നിൽക്കുമ്പോ മരുമോക്ക് എതിരായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അമ്മായിയമ്മ നിൽക്കുന്നു. നാട്ടുകാരെന്ത് വിചാരിക്കും? ഇവർക്ക് വീട്ടിലേ സ്വരുമയില്ല അല്ലേ? അപ്പൊ പിന്നെ ഇവർ ഈ ഒരു 4 ചുവരിന്റെ കീഴില് നന്നായിട്ട് സ്വരുമപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത ഇവര് നാട്ടുകാർക്ക് എന്ത് ചെയ്യാനാന്ന് നാട്ടുകാർ ബുദ്ധിയുള്ളവർ ചിന്തിക്കുകയല്ലേ? അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ മത്സരിക്കാൻ നിന്നത് ഭയങ്കര മോശമായിപ്പോയി. അത് ഓമനിച്ച് പറയുകയും ചെയ്തു. നമ്മുടെ കുടുംബത്തില് പരസ്പരം 2 ചേരിയാന്ന് ആൾക്കാർ വെറുതെയെങ്കിലും വിചാരിക്കൂലേ? ബുദ്ധിയുള്ളവർ വിചാരിക്കൂലെങ്കിലും ചിലരെങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കും. മത്സരിക്കുന്നതല്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പിന്നെ അമ്മ നിന്നതുകൊണ്ടല്ല നീ തോറ്റതെന്ന് നിനക്കറിയാലോ. എന്റെ പൊന്നു ചേട്ടാ, അമ്മ നിന്നുകൊണ്ടൊന്നുമല്ല ഞാൻ തോറ്റേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ തോൽവി അമ്മയുടെ തലയിലും കൂടി ഇടുമ്പം എനിക്ക് കുറച്ച് മനസമാധാനം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. ഓ, അതൊക്കെ മറക്കാൻ നോക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇങ്ങനെ മത്സരിക്കാനൊക്കെ ഒരു മിനിമം യോഗ്യതയൊക്കെ വേണമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. ഓ, ഇതൊക്കെ മടക്കി വെച്ചിട്ട് നീ എന്തിനാ? അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇലക്ഷനൊക്കെ അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ലല്ലോ അമ്മേ. അതൊക്കെ പോട്ടെ. അമ്മയ്ക്കാണെങ്കിൽ പ്രഷറും ഷുഗറും എല്ലാം കൂടുതലുവാ. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എനിക്ക് അമ്മേന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. എന്തുണ്ടെങ്കിലും പറയണോ? നീ ഓടിപ്പോയി അവനെ ഫോൺ വിളിച്ച് പറയേലേ? ഞാൻ പോയിട്ട് ചേട്ടനോട് പറയൊന്നുമില്ല. എനിക്കും ഒരു കാര്യം അമ്മേനോട് പറയാനുണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിട്ട് ഞാൻ വന്നേ. എന്താ കാര്യം? എന്താ? അല്ല, അമ്മ പറ. നീ പറ. അതമ്മേ, ഞാൻ എൻ്റെ ഒരു വള പണയം വെച്ചായിരുന്നേ. കുറച്ച് പൈസക്ക് ആവശ്യം വന്നുകൊണ്ട് ചെയ്തതാ, ഇലക്ഷന്റെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടേ. അതിപ്പോ ചേട്ടനോട് ചോദിക്കാതെ ആ പണയം വെച്ചത്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ അമ്മ കരയണ്ടമ്മേ. ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടായാലും വള തിരിച്ചെടുത്തോളാം. പക്ഷെ അമ്മ ചേട്ടനോട് പറയരുത്. അതല്ല. പിന്നെന്താ? എന്താന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ മാലയില്ലേ, അത് ഞാൻ കൊണ്ട് പണയം വെച്ചു. ആ സുസു ഞാനും കൂടെ പോയിട്ടാ പണയം വെച്ച്. ആ സാജുവും കൂട്ടുകാരും കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു മോളെ. അതുകൊണ്ടാ ഞാൻ അത് ഓർത്തിട്ട് ഉരുകി നടക്കുമായിരുന്നു. അവനെങ്ങാനും അറിഞ്ഞാല് ബെസ്റ്റ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 പേർക്കും കൂടെ പോയിട്ടേ ചേട്ടന്റെ മുമ്പിൽ സറണ്ടർ ആകാം. ബാ. വേണ്ട, അവൻ നമ്മളെ 2 പേരെയും കൊല്ലും. ഞാനും വരാൻ തൊഴിലുറപ്പിന്. നമുക്കേ പണിയെടുത്ത് കടം വീട്ടാം. അതല്ലേ ആരോഗ്യത്തിന് നല്ലത്. വേണമെങ്കിൽ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പില്ലേ, അവിടെ കുറച്ച് കപ്പയെ നടാം. കപ്പ വിറ്റാലും പൈസ കിട്ടുമല്ലോ. കപ്പ മാത്രമല്ല, വിറ്റാ പൈസ കിട്ടുന്ന വേറെ എന്ത് കൃഷി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് അധ്വാനിച്ചിട്ട് കടം വീട്ടാം.